ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തളിക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടംതുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. കാണാം. മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. അതുപോലെ തന്നെ വീഴണം. അയ്യോ, ഞാൻ ഇടിക്കാം. ഓ, ഞാൻ വീഴാം. ഞാൻ വീഴാം. കൊല്ലല്ലോ ചക്കൻ. ഇത് നല്ല കളി, എന്നും കളിക്കാം. മരണം വരെ കളിക്കാടാ. എന്നാ അയ്യോ, പത്രല്ലടാ കൈ തരാൻ. എന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോടിഞ്ച് വരാനല്ല, അല്ല വായിലൊപ്പരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസില്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ ഒരു നല്ല ഇഷ്ടായി. പൊട്ടിച്ച മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടി ഓടിയായി. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. നീരെ, ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തെ ഒന്നൊരു കുറവുമില്ല. മോനെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണം എന്തോ. അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ പാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും. അങ്ങനൊരു മഞ്ഞ്. അവിടെ നോക്കി കാണും. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. ആ മോളെന്ന് പറഞ്ഞേ. ആ ആ ആ എന്നാ പോട്ടെ, എന്നാ പോട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. മോൾ ആനയെ കണ്ടിട്ടില്ലേ? എത്രയും വലിപ്പമുണ്ട് ആനയ്ക്ക്? വലിയത്.
ഇനി പറഞ്ഞേ ആന. ആന. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ അങ്കിൾ, അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മെന്റൽ ഷോക്കാണത്രേ, ഒരു ട്രീറ്റ്മെന്റും ഫലിക്കുന്നില്ല. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ മുത്തച്ഛൻ വന്നില്ലേ, മഞ്ജുമോള് മുത്തച്ഛനെ നോക്കി മുത്തച്ഛാന്ന് വിളിക്കും അല്ലേ? അല്ലെങ്കിൽ വേണ്ട അമ്മ പറഞ്ഞേ, അമ്മ. വേണ്ട മുത്തച്ഛൻ എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറയാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ. ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു കത്തെഴുതി അവർക്ക് കൊടുക്കാം. അതെന്ത് കത്താണ്? ഞാനെഴുതി തരാം. അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാല്ലേ? ഞാനൊരു വക്കീലല്ലേ ദിനകര. എന്ത് വക്കീല്? അത് കളാ, ഞാൻ എഴുതി തന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീ ഏറ്റവും. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടടി. മോള് വരൂ. അങ്കിൾ കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ഇനി ഒന്നും നോക്കാറില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീരക്കായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണോ? പോട്ടെ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പൊടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇതിൽ തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. ഉപ്പൊന്നും വേണ്ട പൊന്നേ, എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ, ഞാൻ മൂടി വെച്ചിട്ട് പോ. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം, എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോടതിയിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ അങ്ങ് വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്തായി ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോടതി കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടു. വീട്ടിലാണ്
അടിച്ച് മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ, ഇതിനകത്ത് പറ്റത്തില്ല. ഇങ്ങനെ തന്നെ പറ്റിയത് എനിക്ക് മനസ്സിലാവാത്തത്. എടീ, നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തം പ്രേമലേഖനം എഴുതെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ. അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി? പ്രേമലേഖനോ? ഇതെന്തൊക്കെയായി പറയുന്നേ? അതേടി, ദോഷ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അകത്ത് എന്തോ കളറുണ്ട്. ആ വിശ്വാസവഞ്ചന കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകളെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛ. നിനക്കൊന്നും അറിയില്ലല്ലേ? ആ വന്നേ, സോറി മുത്തച്ഛൻ വന്നേ. ഞാനോ? ആ. എന്റെ കർത്താവ്. ഈ എന്റെ പുറത്തിരിക്കാ.